ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് സ്റ്റേറ്റ് സിലബസ് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ഏർലി ഹ്യൂമൻ ലൈഫ് അഥവാ ആദ്യകാല മനുഷ്യജീവിതം അതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ പാലിയോലിത്തിക് ഏജ് കഴിഞ്ഞു, മിസോലിത്തിക് ഏജ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നിയോലിത്തിക് ഏജിലേക്ക് കയറിയിരുന്നു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിയോലിത്തിക് ഏജ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊന്നുകൂടി റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ബാക്കി ടോപ്പിക്സിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ഏജ്? നിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സ്, നവീന ശിലായുഗത്തിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ ഈ ഒരു നവീന ശിലായുഗത്തിൽ അവർ ഉപയോഗിച്ചിരുന്നത് മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ്. പോളിഷ്ഡ് സ്റ്റോൺ റൂൾസ് വെയർ യൂസ്ഡ്. മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട പ്രോഗ്രസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ, കൃഷിയുടെ ആരംഭമാണ് ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാന പുരോഗതിയായിട്ട് പറയാനായിട്ട് പറ്റുന്നത്. അത് കഴിഞ്ഞുള്ള ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഫുഡ് ഗാദറിങ് ചേഞ്ച് ടു ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യശേഖരണം ഭക്ഷ്യോൽപാദനത്തിലേക്ക് വഴിമാറി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ്. പിന്നെ നദീതടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ കൃഷി ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ സ്ഥിരതാമസമാക്കാനും തുടങ്ങി. അപ്പോൾ അവർ മൃഗങ്ങളെ പരിപാലിച്ചത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് ഭക്ഷണാവശ്യത്തിന് വേണ്ടിയാണ് അവർ മൃഗങ്ങളെ പരിപാലിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർ സെറ്റിൽഡ് ലൈഫ് തുടങ്ങിയത് കാർഷിക ആവശ്യത്തിനും അതുപോലെ തന്നെ മൃഗപരിപാലനത്തിനും വേണ്ടിയാണ്. അപ്പോൾ മൃഗങ്ങളെ പരിപാലിക്കുന്നതിനും കാർഷിക ആവശ്യത്തിനും സ്ഥിരതാമസം ആവശ്യമാണെന്ന് അവർക്ക് തോന്നി. അങ്ങനെ അവർ സ്ഥിരതാമസത്തിലേക്ക് പോയി. എന്ന് വെച്ചാൽ സ്ഥിരതാമസമാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കാർഷിക ആവശ്യത്തിനും അതുപോലെ തന്നെ മൃഗപരിപാലനത്തിനും വേണ്ടിയാണ് അവർ സ്ഥിരതാമസം ആരംഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, വാട്ട് ആർ ദ റീസൺസ് ദാറ്റ് ലെഡ് ടു കൾട്ടിവേഷൻ ഇൻ നിയോലിത്തിക് ഏജ്? അപ്പോൾ നിയോലിത്തിക് ഏജിൽ മനുഷ്യരെ കൃഷിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാരണങ്ങളാണ് കൃഷി ചെയ്യാൻ അന്നത്തെ ആളുകളെ നയിച്ചത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ കൃഷിയിലേക്ക് പോയത്? 1. എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റം. 2. ഫുഡ് സ്കാർസിറ്റി, ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം. 3. പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യാ വർധനവ്. ഈ കാരണങ്ങളാണ് അന്ന് അവരെ കൃഷിയിലേക്ക് നയിച്ചത്. നിയോലിത്തിക് ഏജിലെ മനുഷ്യരെ കൃഷിയിലേക്ക് നയിച്ച കാരണങ്ങളാണ് ഇവ മൂന്നും പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, ഫുഡ് സ്കാർസിറ്റി, പോപ്പുലേഷൻ ഗ്രോത്ത്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റം, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യാ വർധനവ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് അവർ കൃഷിയിലേക്ക് നീങ്ങിയത്. അപ്പോൾ പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹൂ ടേംഡ് ദ ചേഞ്ചസ് ഇൻ നിയോലിത്തിക് ഏജ് ആസ് നിയോലിത്തിക് റവല്യൂഷൻ? അപ്പോൾ കൃഷിയുടെ വരവോടുകൂടി ഒത്തിരി മാറ്റങ്ങൾ നിയോലിത്തിക് ഏജിൽ വന്നു എന്ന് പറഞ്ഞു. ഈ നിയോലിത്തിക് ഏജിലുണ്ടായ മാറ്റങ്ങളെ നിയോലിത്തിക് റവല്യൂഷൻ, നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിച്ചത് ആരാണ്? അപ്പോൾ വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നവീന ശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിച്ചത് ആരാണ്? ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഗോർഡൻ ചൈൽഡാണ്, അതായത് ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡാണ് നിയോലിത്തിക് ഏജിലുണ്ടായ ചേഞ്ചസിനെ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിളിച്ചത്. നവീന ശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിച്ചത് ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡാണ്. വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കണം. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ഇൻ നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിൽ മനുഷ്യർ അറ്റൈൻ ചെയ്ത സാങ്കേതികപരമായ നേട്ടങ്ങൾ, അതായിരുന്നു അടുത്തത് നമ്മൾ പഠിച്ചത്. ദേ യൂസ്ഡ് പോളിഷ്ഡ് സ്റ്റോൺ റൂൾസ്, അവർ മിനുസപ്പെടുത്തിയ സ്റ്റോൺ റൂൾസ്, ശിലായുധങ്ങൾ ഉപയോഗിച്ചു. മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ കൊണ്ടിട്ട് അവർ, അതായത് മൺപാത്രങ്ങളൊക്കെ നിർമ്മിച്ചു. മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ, മൺപാത്രങ്ങൾ നിർമ്മിച്ചു. റാഫ്റ്റ്സ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ജലഗതാഗതത്തിന് വേണ്ടി അവരെന്തുപയോഗിച്ചു? ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. പ്ലൊഷെയർ ആൻഡ് സ്പേഡ് വെയർ മെയ്ഡ് ഓഫ് വുഡ്, തടി കൊണ്ട് അവർ തൂമ്പയും കലപ്പയും ഒക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ വുഡൻ ഹാൻഡിൽഡ് ആക്സസ് ആൻഡ് സിക്കിൾസ് വെയർ മെയ്ഡ്, മരപ്പിടിയുള്ള കൽക്കോടാലികളും അതുപോലെ തന്നെ കല്ലുകൊണ്ടുള്ള അരിവാളുകളും അവർ നിർമ്മിച്ചു. ഓർണമെൻറ്റ്സ് വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ, കല്ല്, എല്ല്, തടി എന്നിവ കൊണ്ട് അവർ ആഭരണങ്ങൾ നിർമ്മിച്ചു. അതുപോലെ തന്നെ മൺപാത്ര നിർമ്മാണത്തിന് അവർ തടി കൊണ്ടുള്ള ചക്രങ്ങളൊക്കെ ഉപയോഗിച്ചു. മത്സ്യബന്ധനത്തിന് അവർ ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ചു. ഹൂക്സ് ആൻഡ് ഹാർപൂൺസ് വെയർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്, മത്സ്യബന്ധനത്തിന് വേണ്ടി അവർ ചൂണ്ടയും ചാട്ടുളികളും ഉപയോഗിച്ചു. ഇതൊക്കെ പിന്നെ ചണനാര് കൊണ്ട് അവർ തന്നെ എല്ലുകളിൽ നിന്ന് നിർമ്മിച്ചെടുത്ത സൂചി കൊണ്ട് ചണനാര് വെച്ചിട്ട് അവർ വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെയാണ് ഈ ഒരു ഏജിലെ പ്രധാനപ്പെട്ട ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആയിട്ട് വരുന്നത്. അപ്പോൾ
ഇത്രയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബാക്കി പോർഷൻസിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വൈ ഈസ് ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ റിഗാർഡഡ് ആസ് എ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്? കൃഷിയുടെ ആരംഭം മനുഷ്യ പുരോഗതിയുടെ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് കൃഷിയുടെ ആരംഭത്തെ മനുഷ്യ പുരോഗതിയുടെ നാഴികക്കല്ലായി കണക്കാക്കുന്നത്? വൈ ഈസ് ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ റിഗാർഡഡ് ആസ് എ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്? കൾട്ടിവേഷൻ ഹാഡ് ബ്രോട്ട് മെനി ചേഞ്ചസ് ഇൻ ദ നിയോലിത്തിക് ഏജ്. അപ്പോൾ നവീന ശിലായുഗത്തിൽ കൃഷി ധാരാളം മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിയോലിത്തിക് മെൻ സ്റ്റാർട്ടഡ് എ സെറ്റിൽഡ് ലൈഫ് ഫോർ ദി പർപ്പസ് ഓഫ് കൾട്ടിവേഷൻ. കൃഷിക്ക് വേണ്ടി അവരൊരു സ്ഥിരതാമസം തുടങ്ങി. സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് തുടങ്ങി. ഡ്യൂറിങ് ദി നിയോലിത്തിക് ഏജ് മെൻ ബിഗാൻ ടു ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസ് ആൻഡ് ദേ മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ. അപ്പോൾ ഇവയ്ക്ക് പുറമെ നിയോലിത്തിക് മെൻ എന്തൊക്കെ ചെയ്തു? മൃഗങ്ങളെ പരിപാലിക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി ഈ ഒരു ഏജിൽ. ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ലെഡ് ടു എ കളക്റ്റീവ് ലൈഫ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് കൾട്ടിവേഷൻ, കൃഷിയുടെ വികാസം, പിന്നെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, സ്ഥിര താമസം, ലെഡ് ടു എ കളക്റ്റീവ് ലൈഫ്, ഒരു കൂട്ടായ ജീവിതത്തിന് വഴിതെളിച്ചു. അപ്പോൾ നിയോലിത്തിക് ഏജിൽ കൃഷി വികസിക്കാനായിട്ട് തുടങ്ങി, പിന്നെ സ്ഥിരതാമസമൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതൊരു കൂട്ടായ ജീവിതത്തിന് വഴിതെളിച്ചു. ഡ്യൂറിങ് ദി നിയോലിത്തിക് ഏജ് ഹ്യൂമൻ ലൈഫ് സ്പ്രെഡ് ഫാർ ആൻഡ് വൈഡ്. അപ്പോൾ നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതം പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കാനായിട്ട് തുടങ്ങി. വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യജീവിതം വ്യാപിച്ചു നിയോലിത്തിക് ഏജിൽ. പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് കോൺസിക്വൻറ്റ് നെസസിറ്റി ഫോർ കൾട്ടിവബിൾ ആൻഡ് ഹാബിറ്റബിൾ ലാൻഡ് വേർ ദ മേജർ കോസസ് ഫോർ ദിസ്. ഇങ്ങനെ ഈ മനുഷ്യജീവിതം പല ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഒന്ന് ജനസംഖ്യാ വർധനവ്, പിന്നെ രണ്ടെന്ന് പറയുന്നത് കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത. ഇതൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യജീവിതം പല ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള കാരണം. ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ അവർക്ക് വസിക്കാൻ യോഗ്യമായ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് കൃഷി ചെയ്യാൻ യോഗ്യമായ സ്ഥലങ്ങളൊക്കെ അവർ അന്വേഷിച്ച് നടന്നു. അങ്ങനെയാണ് ഈ ഒരു ഏജിൽ ഹ്യൂമൻ ലൈഫ് പല ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ മലയാളം ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ അതിൻ്റെ മലയാളം ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. കൃഷിയുടെ ആരംഭം മനുഷ്യ പുരോഗതിയുടെ നാഴികക്കല്ലായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് കൃഷിയുടെ ആരംഭത്തെ മനുഷ്യ പുരോഗതിയുടെ നാഴികക്കല്ലായി കണക്കാക്കുന്നത്? കൃഷി നവീന ശിലായുഗത്തിൽ ഒത്തിരി മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ നവീന ശിലായുഗത്തിൽ ഒത്തിരി മാറ്റങ്ങൾക്ക് കാരണമായ ഒന്നാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷി ചെയ്യുന്നതിനായി അക്കാലത്ത് മനുഷ്യർ സ്ഥിരതാമസം ആരംഭിച്ചു. അപ്പോൾ നവീന ശിലായുഗ മനുഷ്യർ സ്ഥിരതാമസം ആരംഭിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ടിയാണ് അവർ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് തുടങ്ങിയത്. ഇതിനു പുറമെ അവർ മൃഗങ്ങളെ പരിപാലിക്കുവാനും മൺപാത്രങ്ങൾ നിർമ്മിക്കാനും തുടങ്ങി. ഇതിനു പുറമെ അവർ മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു, അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ പരിപാലിച്ചിരുന്നു. കൃഷിയുടെ വികാസം, സ്ഥിരവാസം തുടങ്ങിയവ കൂട്ടായ ജീവിതത്തിന് വഴിതെളിച്ചു. അപ്പോൾ നവീന ശിലായുഗത്തിൽ കൃഷി വികസിക്കാനായിട്ട് തുടങ്ങി, അങ്ങനെ സ്ഥിരവാസമൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതൊരു കൂട്ടായ ജീവിതത്തിന് വഴിതെളിച്ചു. കൂട്ടമായിട്ട് താമസിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അത് എത്തി. നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പോൾ നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതം കുറച്ചുകൂടി സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങി, പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കാനായിട്ട് തുടങ്ങി. ജനസംഖ്യാ വർധനവ്, കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത എന്നിവയാണ് ഇതിന് കാരണമായത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മനുഷ്യജീവിതം വ്യാപിക്കാൻ തുടങ്ങിയതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. ജനസംഖ്യാ വർധനവ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, പോപ്പുലേഷൻ കൂടി, ജനസംഖ്യ വർദ്ധിച്ചു. അതുപോലെ തന്നെ കൃഷിയോഗ്യവും വാസയോഗ്യവുമായ മണ്ണിന് വേണ്ടി അവർ അന്വേഷിച്ചു, പ്രദേശത്തിന് വേണ്ടി അവർ അന്വേഷിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഹ്യൂമൻ ലൈഫ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി, പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കാനായിട്ട് തുടങ്ങി. മനുഷ്യജീവിതം പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കാനായിട്ട് തുടങ്ങി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: മേജർ നിയോലിത്തിക് സൈറ്റ് ഇൻ കേരള. കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? എടക്കൽ. മറന്നു പോകരുത്, വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. മേജർ നിയോലിത്തിക് സൈറ്റ് ഇൻ കേരള. കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രം എടക്കൽ. മറന്നു പോകരുത്. നമ്മൾ മേജർ റിമാർക്കബിൾ പാലിയോലിത്തിക് സൈറ്റ് പഠിച്ചിരുന്നു. ഏതാണ്? ഭീംബേട്ക ഇൻ മധ്യപ്രദേശ് ആയിരുന്നു പ്രധാനപ്പെട്ട പാലിയോലിത്തിക് സൈറ്റ്. അതുപോലെ തന്നെ മേജർ നിയോലിത്തിക് സൈറ്റ് ഏതാണ്? മേജർ നിയോലിത്തിക് സൈറ്റ് ഇൻ കേരള എടക്കൽ. മറന്നു പോകരുത്, വൺ വേർഡായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി അതിൻ്റെ മലയാളം ടൈപ്പ് ക്വസ്റ്റ്യൻ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്. കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രം. അവിടെ കേരളത്തിനെ എന്നാണ് എഴുതിയിട്ടുള്ളത്, കേരളത്തിലെ എന്നാണ്, നിങ്ങളത് ശ്രദ്ധിക്കണം. സോറി ഫോർ ദ മിസ്റ്റേക്ക്. അപ്പോൾ
കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രം എടക്കൽ. ആരും മറന്നു പോകരുത്, പ്രധാന നവീന ശിലായുഗ കേന്ദ്രം കേരളത്തിലെ ഏതാണ്? എടക്കലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ദി ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ബൈ നിയോലിത്തിക് മാൻ. നവീന ശിലായുഗ മനുഷ്യൻ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് ഒരു ഉദാഹരണം നൽകുക. ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ദി ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ബൈ ദി നിയോലിത്തിക് മാൻ അപ്പോൾ the lake villages in Switzerland are another example for the technological progress attained by the Neolithic man. സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ നിയോലിത്തിക് മാൻ അറ്റൈൻ ചെയ്ത ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിന് മറ്റൊരു എക്സാമ്പിളാണ്. സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്ന ലേക്ക് വില്ലേജസ് നിയോലിത്തിക് മാൻ അറ്റൈൻ ചെയ്ത സാങ്കേതിക പുരോഗതിക്ക്, ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിന് മറ്റൊരു എക്സാമ്പിളാണ്. ഇനി നമുക്കിതിൻ്റെ മലയാളം ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് ഒരു ഉദാഹരണം നൽകുക. ഇതാണ് ഇത് മലയാളം ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്. സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ ലേക്ക് വില്ലേജസ് നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ അന്നത്തെ ആൾക്കാർ, നിയോലിത്തിക് ഏജിലെ ആൾക്കാർ, നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് മറ്റൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. ഇതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ഞാൻ മാക്സിമം അത് മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.